അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. നമ്മിൽ പലരും നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നത് ഒരു മാതൃരാജ്യം എന്ന നിലയിലാണ്, അല്ലെങ്കിൽ ഇവിടെ ജനിച്ചുപോയി എന്ന ഒരു ആകസ്മികതയുടെ പേരിലാണ്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു പിതൃഭൂമി കൂടിയാണ്. പ്രഥമ മനുഷ്യനും ഇലാഹി ദൂതനും കോടാനുകോടി മനുഷ്യരുടെ പിതാവുമായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ടപ്പോൾ ആദ്യമായി വന്നത് ഇന്ത്യയിലായിരുന്നുവെന്നാണ്. അത് വിഭജിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഇന്ത്യ ആയിരുന്നു എന്ന് മാത്രം, വെട്ടിക്കീറുന്നതിന് മുമ്പുള്ള ഇന്ത്യ. മഹാനായ പ്രവാചകൻ ആദം അലൈഹിസ്സലാം ഇന്ത്യ രാജ്യത്തു നിന്നും 40 പ്രാവശ്യം കാൽനടയായി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചുവെന്ന് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലൂടെ കാണാം. അതുകൊണ്ട് ആദമിനെയും ഇസ്ലാമിനെയും അറിയുന്ന മുസ്ലിമീങ്ങൾ ഇന്ത്യയെ സമീപിച്ചിട്ടുള്ളത് പിതൃതറവാടിനെ സമീപിക്കുന്ന വത്സലനായ ഒരു പുത്രന്റെ സമീപനത്തോടെയാണ്. സ്വർഗത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ട നമ്മുടെ പിതാവായ ആദം അലൈഹിസ്സലാം ഭൂമിയിൽ വന്ന് വർഷങ്ങളോളം കുറ്റബോധത്തോടെ കരഞ്ഞു എന്നാണ്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, നീ എന്നോട് കരുണ ചെയ്തില്ലെങ്കിൽ, നിന്റെ സ്നേഹമുണ്ടായില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകും എന്ന് പൊട്ടിക്കരഞ്ഞ് അവിടുന്ന് ദുആ ചെയ്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സ്വാഭാവികമായും ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുനീർ വീണ് കുതിർന്ന സ്ഥലം ഇന്ത്യയുടെ മണ്ണാവാനാണ് സാധ്യത. അപ്പോൾ ഈ ലോകത്ത് മനുഷ്യഗന്ധം ആരംഭിച്ചതു മുതൽ ഇന്ത്യ ശ്രദ്ധേയമായ ഒരു രാജ്യമായിരുന്നു എന്ന് നമുക്ക് ബോധ്യമായി. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ യഹ്യായിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സദസ്സിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ നേരെ പുറത്തുനിന്നും വന്ന ഒരു വ്യക്തി ഭീഷണിയുടെ രൂപത്തിൽ തറപ്പിച്ചു നോക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ആ മനുഷ്യൻ ഭയവിഹ്വലനായി പ്രവാചകൻ സുലൈമാൻ അലൈഹിസ്സലാമിനെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, എന്നെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് അങ്ങ് പറഞ്ഞയക്കണം. ഈ മനുഷ്യന്റെ നോട്ടം എന്നെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നു. മഹാനായ സുലൈമാൻ നബി ചോദിച്ചുവത്രേ, എവിടേക്കാണ് നിന്നെ പറഞ്ഞയക്കേണ്ടത്? ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, ഉരീദു അൻ തഹ്മിലനി അല റീഹി ഹത്താ തുൽഖിയനി ബിൽ ഹിന്ദ്. ഞാൻ ആഗ്രഹിക്കുന്നത്, അങ്ങക്ക് സർവ്വതും അല്ലാഹു കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ, കാറ്റിനോട് എന്നെ ഇന്ത്യയിൽ കൊണ്ടുപോയി വിടണമെന്നൊന്ന് അഭ്യർത്ഥിക്കണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഖാല ഫദഅ ബിർരീഹി, കാറ്റിനെ വിളിക്കുകയും ഫഹമലഹു അലൈഹ, ഒരു തുവാല വിരിച്ച് അതിനു മുകളിൽ ആ മനുഷ്യനെ ഇരുത്തുകയും ഫഅൽഖതുഹു ഫിൽ ഹിന്ദ്, ഇന്ത്യയിൽ ആ മനുഷ്യനെ കൊണ്ടുപോയി വിടുവാൻ കൽപ്പിക്കുകയും ചെയ്തു എന്ന് യഹ്യായിൽ മഹാനായ ഇമാം ഗസാലി റഹ്മഹുല്ല പറയുന്നുണ്ട്. ആ മനുഷ്യൻ അന്ന് പറഞ്ഞത് ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള ഇന്ത്യയെക്കുറിച്ചല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പും സുലൈമാൻ നബിയുടെ സദസ്സിലുണ്ടായിരുന്ന വ്യക്തി പറഞ്ഞത് ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുപോയി വിടണമെന്നായിരുന്നു. ഇമ്രഉൽ ഖൈസ് എന്ന ഒരു അറബി സാഹിത്യകാരനുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ കാമുകിയായ അനീസയുടെ വീട്ടുമുറ്റത്തെ ആട്ടിൻ കാഷ്ടത്തെ ഉപമിച്ചത് വിശ്വവിഖ്യാത കറുത്ത പൊന്നായ ഇന്ത്യൻ കുരുമുളകിനോടായിരുന്നു. മഹാനായ പ്രവാചകന്റെ കിടപ്പുതട്ട് ഇന്ത്യൻ തേക്കായിരുന്നുവെന്ന് പ്രമാണങ്ങളിലൂടെ കാണാം. പരിശുദ്ധമായ കഅബ ഷരീഫിനുള്ളിൽ 3 ബീമുകളുണ്ട്. അതിലൊരു ബീമിൽ അൽ ഹിന്ദ്, ഇന്ത്യയിൽ നിന്നും കൊണ്ടുവരപ്പെട്ട തേക്ക് എന്ന് പ്രത്യേകം ഉല്ലേഖനം ചെയ്യപ്പെട്ടത് നമുക്ക് കാണാം. മഹാനായ പ്രവാചകന്റെ മുന്നിൽ ഒരു പുതിയ അനുയായി കടന്നു വന്നു.
ഒരു മൺഭരണി നിറയെ സമ്മാനവുമായിട്ടാണ് അദ്ദേഹം വന്നത്. അഹ്ദാ മലിക്കുൽ ഹിന്ദ് ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജറതൻ ഫീഹാ സൻജബീൽ. മഹാനായ അബൂ സഈദുൽ ഖുദരി എന്ന പ്രസിദ്ധനായ സ്വഹാബിയാണ് ഈ ഹദീസ് നിവേദനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, ഒരു മനുഷ്യൻ, ഇന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തി പ്രവാചകന്റെ സവിധത്തിൽ ഒരു മൺഭരണി നിറയെ ഇഞ്ചിയുമായി വന്നു. ഫഅത്അമ അസ്ഹാബഹു ഖിത്അതൻ ഖിത്അതൻ. മഹാനായ പ്രവാചകൻ അത് പീസ് പീസായി മുറിച്ചു. എന്നിട്ട് സ്വഹാബാക്കൾക്കിടയിൽ അത് വിതരണം ചെയ്തു. അത്അമനി മിൻഹാ ഖിത്അ. ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന അബൂ സഈദുൽ ഖുദരി പറയുന്നു, എനിക്കും അതിന്റെ ഒരു കഷ്ണം കിട്ടി. ആ സദസ്സിൽ ആ സമയത്തുണ്ടായിരുന്ന മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, ആരാണ് ഈ മാന്യദേഹം? പ്രവാചകൻ പറഞ്ഞു, ഹാദാ മലിക്കുൽ ഹിന്ദ്, ഇത് ഇന്ത്യയിലെ കിങ് ആണ്. മഹാനായ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകനുള്ള പാരിതോഷികവുമായി ഇന്ത്യയിലെ രാജാവ് മൺഭരണി നിറയെ ഇഞ്ചിയുമായി പ്രവാചക സവിധത്തിൽ എത്തിയത് ചരിത്രങ്ങളിൽ പ്രമാണങ്ങളിലൂടെ നമുക്ക് കാണാം. ഹിജറ 15 മഹാനായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഹക്കം ഇബ്നു അബുൽ ആസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇന്ത്യയിലേക്ക് ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ചത് പ്രമാണങ്ങളിലൂടെ വരുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും ഹാരിസ് ഇബ്നു മുറത്തുൽ അസദ് എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ത്യയിലേക്ക് ദഅവത്തിന് വേണ്ടി അയച്ചതായിട്ടും നമുക്ക് കാണാം. മഹാനായ പ്രവാചകന്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, പൂർവ്വ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലുമൊക്കെ നമ്മുടെ രാജ്യം പരിഗണനീയമായ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാം. അല്ലാഹു നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.